നമസ്കാരം. ബെയ്റൂട്ട് കേന്ദ്രമാക്കി ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ ഇപ്പോൾ ശക്തമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബെയ്റൂട്ടിൻ്റെ തെക്കൻ മേഖലകളിൽ ശനിയാഴ്ച ഇസ്രായേൽ സൈന്യം നടത്തിയത് സമാനതകളില്ലാത്ത ആക്രമണമെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട വാർത്തയും ഇത് തന്നെയാണ്. ഇസ്രായേൽ ആക്രമണത്തിൽ ഹിസ്ബുള്ളയ്ക്ക് കനത്ത നാശം നേരിട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. സെൻട്രൽ ഗാസ മുനമ്പിലെ ഖേർ അൽ ബാലയിലെ അൽ അക്സ ആശുപത്രിക്ക് സമീപമുള്ള ഷുഹാദ അൽ അക്സ പള്ളിക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. മസ്ജിദ് ആക്രമണത്തിൽ 18 പേർ മരിച്ചതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അഭയാർത്ഥികൾ ഉൾപ്പെടെ തങ്ങിയിരുന്ന പള്ളിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനായിട്ടുള്ള ഹാഷിം സഫീദിനെ കുറിച്ച് വിവരങ്ങളില്ലെന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യം ലെബനൻ സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അൽ ജസീറയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൊല്ലപ്പെട്ട ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രള്ളയുടെ പിൻഗാമിയായിട്ട് വിലയിരുത്തപ്പെട്ടിരുന്ന നേതാവാണ് ഹാഷിം സഫീദ്. ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറലായിട്ട് നസ്രള്ളയുടെ പിൻഗാമിയായിട്ട് സഫീദിൻ എത്തുമെന്നുള്ള വിലയിരുത്തലുകൾക്കിടെ ഹാഷിം സഫീദിനെ കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. എന്നാൽ ഹാഷിം സഫീദിനെക്കുറിച്ച് വിവരങ്ങളില്ലെന്ന വാർത്തകളെ കിംവദന്തികൾ എന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ മീഡിയ ഓഫീസ് പുറത്തിറക്കിയിരിക്കുന്ന പ്രസ്താവന ചൂണ്ടിക്കാട്ടുന്നത്. അതിനിടെ ഗാസയിലും അതോടൊപ്പം തന്നെ ലെബനനിലും സൈനിക നടപടി തുടരുന്ന ഇസ്രയേലിനുള്ള ആയുധ വിതരണം നിർത്തിവെക്കാനായിട്ട് ആഹ്വാനം ചെയ്ത ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിനെ വിമർശിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തിയേക്കുമെന്ന സാഹചര്യത്തിലായിരുന്നു ഇമ്മാനുവൽ മാക്രോണിൻ്റെ ഈ ഒരു പ്രതികരണം. ഫ്രഞ്ച് പ്രസിഡന്റിൻ്റെ നടപടിയെ നാണം കെട്ട നിലപാട് എന്നായിരുന്നു ശനിയാഴ്ച വൈകിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിമർശിച്ചത്. ഇറാൻ നയിക്കുന്ന പ്രാകൃത ശക്തികളോട് ഇസ്രായേൽ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ പരിഷ്കൃത രാജ്യങ്ങളും ഇസ്രായേലിൻ്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കണം. എന്നാൽ ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണും മറ്റു ചില പാശ്ചാത്യ നേതാക്കളും ഇപ്പോൾ ഇസ്രായേലിനെതിരെ ആയുധ ഉപരോധത്തിന് പോലും ആഹ്വാനം ചെയ്യുകയാണ്. ഈ നടപടിയെ അപലപിക്കുകയാണെന്നും ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിക്കുകയുണ്ടായി. ഇറാൻ ഹിസ്ബുള്ളയ്ക്കെതിരെയും ഹൂതികൾക്കെതിരെയും ഹമാസിനെതിരെയും അതിനെ മറപറ്റി പ്രവർത്തിക്കുന്ന സംഘടനകളെയും നേരിടുന്ന ഇസ്രായേലിന് എതിരെ ആയുധ ഉപരോധം ഏർപ്പെടുത്തുകയാണോ വേണ്ടത് എന്നും നെതന്യാഹു ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം രാജ്യങ്ങളുടെ പിന്തുണ ഇല്ലെങ്കിലും ഇസ്രായേൽ വിജയിക്കുമെന്ന് നെതന്യാഹു വളരെ കോൺഫിഡൻസോടുകൂടി പറയുകയാണ്. തെക്കൻ ലെബനനിൽ ആളുകൾക്ക് അടിയന്തര ഒഴിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രതിരോധ സേന ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. IDFൻ്റെ അറബി ഭാഷാ വക്താവ് അവിജയ് അദ്രേയിയാണ് പുതിയ ഉത്തരവുകൾ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. തെക്കൻ ലെബനനിലെ 25ഓളം ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരോട് ആ പ്രദേശം ഉടൻ തന്നെ വിട്ടുപോകാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹിസ്ബുള്ള അംഗങ്ങൾ, ഇൻസ്റ്റലേഷനുകൾ അല്ലെങ്കിൽ ആയുധങ്ങൾ എന്നിവയ്ക്ക് സമീപമുള്ള എല്ലാവരുടെയും ജീവൻ ഇപ്പോൾ അപകടത്തിലാണ്. ഗ്രാമവാസികളെ, നിങ്ങൾ നിങ്ങളുടെ വീടുകൾ ഒഴിഞ്ഞ് പോകണം. നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങാൻ ഉചിതവും അതുപോലെ തന്നെ സുരക്ഷിതവുമായിട്ടുള്ള സമയത്തെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിക്കും. ഇതാണ് ഇപ്പോൾ അഡ്രെ വ്യക്തമാക്കിയിരിക്കുന്നത്. തെക്കൻ ലെബനൻ നഗരമായിട്ടുള്ള സിഡോണിന് വടക്ക് സ്ഥിതി ചെയ്യുന്ന അവാലി നദിയുടെ വടക്കോട്ട് നീങ്ങാനാണ് ഇപ്പോൾ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ബെയ്റൂട്ടിൻ്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ഇസ്രായേലിൻ്റെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം ആരംഭിച്ചതിന് ശേഷം നടന്ന ഏറ്റവും തീവ്രമായിട്ടുള്ള ആക്രമണമാണ് ബെയ്റൂട്ടിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഹിസ്ബുള്ളയ്ക്ക് കനത്ത നാശം നേരിട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വിവിധ മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ചൂണ്ടിക്കാട്ടുന്നത്. ഹസൻ നസ്രള്ളയുടെ മരണശേഷം ഹിസ്ബുള്ളയുടെ അടുത്ത നേതാവായിട്ട് പരക്കെ കരുതപ്പെട്ടിരുന്ന ഹാഷിം സഫീദിൻ കൊല്ലപ്പെട്ടതായിട്ടും അഭ്യൂഹങ്ങളുണ്ട്. ഹിസ്ബുള്ളയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ തലവനും നസ്രള്ളയുടെ ബന്ധുവുമായിരുന്നു ഈ പറയുന്ന ഹാഷിം സഫ്ദീൻ. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണങ്ങളിൽ ഹമാസിൻ്റെ 2 മുതിർന്ന നേതാക്കൾ കൊല്ലപ്പെട്ടിരുന്നു. സെപ്റ്റംബർ 23-ന് ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 1110-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായിട്ടും ലെബനീസ് ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചിരുന്നു. ബെയ്റൂട്ടിലാകട്ടെ മിസൈൽ ആക്രമണങ്ങൾ ശക്തമായി തന്നെ തുടരുകയാണ്. 12 ലക്ഷം ആളുകൾ പ്രദേശത്ത് നിന്ന് പലായനം ചെയ്തതായിട്ടും ഇപ്പോൾ അധികൃതർ അറിയിച്ചിട്ടുണ്ട്.
അതേസമയം ഇറാൻ, ലെബനൻ, ഗാസ എന്നിവിടങ്ങളിൽ വൻതോതിലുള്ള ആക്രമണത്തിന് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ തയ്യാറെടുക്കുകയാണെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല, ഗാസയിലെ ഇസ്രായേലിൻ്റെ ശക്തമായിട്ടുള്ള ആക്രമണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശനിയാഴ്ച നടന്ന വിവിധ ആക്രമണങ്ങളിൽ 26ഓളം ആളുകൾ മരിച്ചതായിട്ട് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഒക്ടോബർ 7 ശേഷമുള്ള ആകെ മരണസംഖ്യ 41,870 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. സെൻട്രൽ ഗാസയിലെ ദയർ എൽ ബലാഹിൽ കുടിയിറക്കപ്പെട്ടവർക്ക് അഭയം നൽകുന്ന പള്ളിയും സ്കൂളും ഇസ്രായേൽ ആക്രമിച്ചതിനെ തുടർന്ന് 26ഓളം പേർ കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ട് സ്ട്രിപ്പിൻ്റെ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. ഇബ്നു റുഷ്ദ് സ്കൂൾ, അതുപോലെ തന്നെ അൽ അക്സ മോസ്ക് എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിൻ്റെ ഈ വ്യോമാക്രമണം എന്നാണ് ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നത്. അതേസമയം ഇന്ന് പുലർച്ചെ മധ്യ ഗാസയിലെ ദേർ എൽ ബലാഹ് മേഖലയിലുണ്ടായ ആക്രമണത്തിൽ 21ഓളം ആളുകൾ കൊല്ലപ്പെട്ടതായിട്ട് ഗാസ സിവിൽ ഡിഫൻസ് ഏജൻസി നേരത്തെ അറിയിച്ചിരുന്നു. പള്ളിയിലെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്ററിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഹമാസ് നേതാക്കൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത്. ഇതോടെ ഒരു വർഷം മുൻപ് ഗാസയ്ക്കെതിരായ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള മൊത്തം മരണസംഖ്യ 41,870 എത്തിയതായിട്ടും 97,166 ഫലസ്തീൻകാർക്ക് പരിക്കേറ്റതായിട്ടും മന്ത്രാലയം അറിയിച്ചു. അതിനിടെയാണ് വടക്കൻ ഗാസയിലെ വലിയ പ്രദേശങ്ങളിൽ ഞായറാഴ്ച രാവിലെ ഇസ്രായേൽ സൈന്യം കൂടുതൽ ഒഴിപ്പിക്കൽ ഉത്തരവുകൾ പോലും പുറപ്പെടുവിക്കാൻ ഇടയായത്. മധ്യ ഗാസയിൽ അഭയം പ്രാപിച്ച ആയിരക്കണക്കിന് ഫലസ്തീനികൾക്കെതിരെ ശനിയാഴ്ച ഇസ്രായേൽ സമാനമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഉത്തരവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഗാസയിൽ കരയാക്രമണം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് ഇസ്രായേലിൻ്റെ തീരുമാനമെന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പോലും വ്യക്തമാക്കുന്നത്. നെറ്റ്സാരിയും ഇടനാഴിയും പ്രദേശത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളും എല്ലാം തന്നെ ഉൾപ്പെടെ ഗാസ മുനമ്പിലേക്ക് ഇപ്പോൾ കൂടുതൽ സൈനികരെയും അതോടൊപ്പം തന്നെ കൂടുതൽ ആയുധങ്ങളും അയച്ചതായിട്ട് ഇസ്രായേൽ സൈന്യവും അറിയിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.